വെൽക്കം ബാക്ക്. ഇന്നൊരു ജേർണലിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നത്. ഇതിനു മുന്നേ നമ്മളൊരു വിൻറ്റേജ് ജേർണൽ ബുക്ക് ഉണ്ടാക്കി വെച്ചിരുന്നല്ലോ. അതിന് പിന്നെ അപ്ഡേഷൻ ഒന്നും തരാൻ പറ്റിയില്ല, അതിലൊന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല ആ ടൈമിൽ. അങ്ങനെ പിന്നെ 2025 ആയാലും പിന്നെ അതിൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ജനുവരി ആയതുകൊണ്ട് നമുക്കിതിലൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഫസ്റ്റ് പേജ് തന്നെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. അതിന് ഇതിൻ്റെ ഫസ്റ്റ് പേജിൽ തന്നെ ഒരു കാലിഗ്രഫി പോലെ ജേർണൽ എഴുതി കൊടുക്കുക. ആദ്യം ഞാൻ പെൻസിലുകൊണ്ട് അതൊന്ന് വരച്ചിട്ട് ഔട്ട്ലൈൻ വരച്ചിട്ട് പിന്നെ ബ്ലാക്ക് കളർ യൂസ് ചെയ്തിട്ട് ചെയ്ത് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ഔട്ട്ലൈനും ഫില്ലിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് അവിടെ ഒരു ബ്ലാങ്ക് ആയി കിടക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു സ്റ്റിക്കർ ഒട്ടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു ബുക്കിൻ്റെ സ്റ്റിക്കറാണ് ഒട്ടിച്ചു കൊടുത്തത്. ജേർണലിംഗ് ആണല്ലോ, അപ്പം ബുക്കായിരിക്കും കുറച്ചുകൂടി മാച്ച് ആവുമെന്ന് തോന്നി. പിന്നെ എൻ്റെ കയ്യിൽ ഈ ഒരു ഇംഗ്ലീഷ് നോവലുണ്ട്. അതിൽ നിന്നാണ് ഞാൻ പേജസൊക്കെ എടുത്തിട്ട് ജേർണലിങ്ങിന് യൂസ് ചെയ്യാറ്. അപ്പോൾ അതിൽ നിന്ന് ഒരു പേജ് പറിച്ചിട്ട് ഇതിൻ്റെ സൈഡിൽ ഒട്ടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. ഈ കാര്യങ്ങളൊക്കെ അന്നേരം മൈൻഡ് തോന്നുന്നത് ചെയ്തതാണ് കേട്ടോ. ഈ കയ്യിലുള്ള ടൂൾസൊക്കെ എടുത്ത് അവിടെ കൊണ്ടുവന്ന് വെച്ചു. പിന്നെ അന്നേരം എന്തൊക്കെയാണോ തോന്നുന്നത് അത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ എൻ്റെ കയ്യിൽ ഞാൻ കുറച്ച് മുന്നേ ട്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഈ ഒരു ടൈപ്പ് ഫ്ലവർ എടുത്തിട്ട് വാഷി ടൈപ്പ് യൂസ് ചെയ്തിട്ട് അവിടെ വെച്ച് ഒട്ടിച്ചു കൊടുത്തു. പിന്നെ ഈ ഒരു കവർ എന്ന് പറയുന്നത് നമ്മൾ ഷോപ്പിൽ നിന്ന് ഡ്രസ്സൊക്കെ വാങ്ങുന്ന സമയത്ത് കിട്ടുന്ന കവറാണ്. അപ്പോൾ തിറ്റ സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് വെക്കലുണ്ട്. ഇതുപോലത്തെ ജേർണലിങ്ങിൻ്റെ അങ്ങനത്തെ ആവശ്യം വരുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതെടുത്ത് സ്റ്റിക്ക് ചെയ്തു. ആദ്യം ഇതിൻ്റെ ആ ഒരു ബ്രൗൺ ഷെയ്ഡ് വരുന്ന ഒരു ഭാഗം, ഈ ഒരു ഭാഗമായിരുന്നു ഒട്ടിക്കാമെന്ന് വിചാരിച്ചിരുന്നത്. പിന്നെ ഈ ഒരു ജേർണലിങ്ങിൻ്റെ കളറിലേക്ക് കുറച്ചുകൂടി മാച്ച് ആവുക ഈ ഒരു ഡാർക്ക് ഷെയ്ഡാണെന്ന് തോന്നിയുകൊണ്ട് പിന്നെ ഡാർക്ക് ഷെയ്ഡ് തന്നെ ഒട്ടിച്ചു. ഈ ഒരു കട്ടിങ് ഞാൻ ആദ്യം പ്രിൻ്റ് എടുത്ത് വെച്ചതാണ്. ആദ്യം വാൾ പോസ്റ്റേഴ്സ് ആക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് പ്രിൻ്റ് എടുത്തായിരുന്നു. പക്ഷേ അത് ആ ഒരു ടേബിൾ മേക്ക് ഓവർ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ആ ഒരു സെറ്റപ്പിന് ഇത് മാച്ച് ആവില്ലാന്ന് തോന്നിയോണ്ട് ഞാൻ പിന്നെ വേറെ വാൾ പോസ്റ്റേഴ്സ് സെറ്റ് ചെയ്തതാണ്. അങ്ങനെ പിന്നെ അതും ഒട്ടിച്ചു കൊടുത്ത് പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സ് വേറെ വെച്ചു നോക്കി. പിന്നെ ഈ ഒരു ഗേളിൻ്റെ സ്റ്റിക്കർ അവിടെ ഒട്ടിച്ചു കൊടുത്ത്. പിന്നെ ഇതുപോലത്തെ ടെക്സ്റ്റൊക്കെ വരുന്നത് കൊടുത്താൽ നല്ല ഭംഗി ഉണ്ടാവും തോന്നിയോണ്ട് അങ്ങനെ 2 ടെക്സ്റ്റിൻ്റെത് ഞാൻ എടുത്ത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ആദ്യം താഴത്ത് ഒട്ടിച്ചു, പിന്നെ അതൊന്നും മാച്ച് ആവില്ലെന്ന് തോന്നിയോണ്ട് പിന്നെ ഞാൻ മുകളിൽ തന്നെ കൊണ്ടുവച്ചൊട്ടിച്ചു. ഇനിയാണ് ഫൈനൽ പാർട്ട്. പിന്നെ ആ ഒരു ബ്ലാങ്കായി കിടക്കുന്ന സ്ഥലത്ത് എന്തെങ്കിലും ടെക്സ്റ്റ് എഴുതാമെന്ന് വിചാരിച്ചപ്പോൾ അന്നേരം ഇരുന്ന് ആലോചിച്ചിട്ട് മൈൻഡിൽ വന്ന കുറച്ച് കാര്യങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഒരു ഇയർ സ്റ്റാർട്ടായിട്ടേ ഉള്ളൂ. അപ്പം ഇനി എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ഇയറിൽ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇതൊരു നല്ലൊരു തുടക്കമാണല്ലോ. ഇതുവരെ നമ്മളൊന്നും അച്ചീവ് ചെയ്തിട്ടില്ലെങ്കിലും ഫ്യൂച്ചറിലേക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ ആകും അല്ലെങ്കിൽ ആകണം എന്നുള്ളൊരു തീരുമാനം നമ്മൾ ഇപ്പോൾ എടുത്താൽ നമുക്കതെന്തായാലും ചെയ്തെടുക്കാൻ പറ്റും. കണ്ടിന്യൂ ആയിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചാൽ. അപ്പോൾ ആ ഒരു സ്പിരിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഇൻസ്പിറേഷനായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തതാണ്. പിന്നെ അതിലേക്ക് കുറച്ച് സ്റ്റിക്കേഴ്സ് കൂടി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ മീഷോന്ന് വാങ്ങിയ ഒരു ജേർണൽ സ്റ്റിക്കറിൻ്റെ കിറ്റ് ഉണ്ടല്ലോ, അതിൽ വരുന്ന കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ട്. അതിൽ 1 എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു, അതെടുത്ത് ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ ആണല്ലോ ഇത് 2025, അതുകൊണ്ട് 1 എന്നുള്ള കാര്യം അവിടെ ഒട്ടിച്ചു കൊടുത്തു. പിന്നെ ആ ഫ്ലവറിൻ്റെ കൂടെ ഒരു ബട്ടർഫ്ലൈ കൂടെ വെച്ച് കൊടുത്തു. അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ്. ഇനി ഇതുപോലെ തന്നെ ജേർണലിംഗ് ഒക്കെ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റിയാൽ മതിയായിരുന്നു. നമ്മളെ മൈൻഡ് ഒന്ന് ഫ്രീ ആക്കി റിലാക്സ് ആക്കാനൊക്കെ നമ്മൾ വിചാരിക്കുന്ന ടൈമിൽ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. അപ്പോൾ നമുക്കൊരു നല്ല പോസിറ്റീവ് വൈബ് വരുന്നത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഈ ഒരു ലുക്ക് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാം കേട്ടോ, എങ്ങനെ ഉണ്ടെന്ന്.
അപ്പോൾ അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.